എൻ്റെ 2025 പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി ഇയർ എന്ന് പറയാം. കാരണമെന്ന് വെച്ചാൽ ഒരുപാട് ചലഞ്ചസ് ഉള്ള ഒരു വർഷമായിരുന്നു. സ്റ്റാർട്ടിങ് മുതൽ വല്ലാതെ എന്താ പറയുക, നമ്മൾ മെൻ്റലി ഡൗൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിൽ കാണുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും ഇന്ന് ഞാൻ ഇത്രയും എന്താ പറയുക, ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് ബോൾഡായിട്ട് ഈ എൻഡ് ഓഫ് ദ ഇയർ എത്തുന്നുണ്ടെങ്കിൽ സെയിം എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും സ്ട്രഗിൾസിലൂടെ മുന്നോട്ട് പോയ ഒരു ഇയർ ഇല്ല. അതേപോലെ ഇത്രയും എൻ്റെ ഉള്ളിൽ ഇത്രയും നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം ബോൾഡാണ്, ഐ ക്യാൻ എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു ഇയറാണ്. ഒരുപാട് ഞാൻ ഓക്കെ അല്ലാത്ത സിറ്റുവേഷനിൽ പോലും നല്ല ആൾക്കാർ, അതായത് ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും അത്രത്തോളം നല്ല റൈറ്റ് വൺസ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി തന്ന ഒരു ഇയറും കൂടെയാണിത്. നമ്മൾ ഭയങ്കര നല്ല ആൾക്കാരാണെന്ന് വിചാരിക്കുന്നവർ പോലും നമ്മുടെ ഒരു വീക്ക് സിറ്റുവേഷനിൽ നമ്മളോട് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ എന്താ പറയുക, എത്രത്തോളം റിയലൈസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി എന്നുള്ളൊരു ഇയറും കൂടെയാണ്. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതായത് എൻ്റെ ആ ഒരു സർക്കിളിലില്ലാത്തവരെല്ലാം തന്നെ എത്രത്തോളം എന്താ പറയുക, നമ്മൾ പറയില്ലേ ബാക്ക് സ്റ്റാമ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സ്നേക്സ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള സ്നേക്കുകളെ എല്ലാം തിരിച്ചറിഞ്ഞ് അവരെല്ലാം എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി ഞാൻ അത്രയും കാം ആൻഡ് പീസ്ഫുള്ളായിട്ട് പോകുന്നൊരു ലൈഫാണ് ഇപ്പോൾ എൻ്റേത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലേറെ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഇയറിൽ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ കഴിഞ്ഞ വട്ടത്തെക്കാളും എൻ്റെ ലൈഫിലൊരു എക്സ്ട്രാ സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് ഐ ഗോട്ട് എ പാർട്ട്ണർ. എന്താ പറയുക, പുള്ളിയെ പറ്റി പറയാനാണെങ്കിൽ പോലും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അത്രത്തോളം എന്നെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ, എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരാൾ. ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയത്തില്ലേ, നമ്മൾ അങ്ങോട്ട് പോയി ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിലുപരി നമ്മൾ പറയാണ്ട് തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ, ഒന്നുമില്ലടി അത് ശരിയാവും എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ, എന്താ നമുക്ക് ഒന്നും ഹെസിറ്റേറ്റ് ചെയ്യാതെ ഓടിപ്പോയി പറയാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ലൈഫ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. സീ യു, ബൈ.